നീ അങ്ങോട്ട് നോക്കി. സ്റ്റാർട്ട് ക്യാമറ, ഓൺ ക്യാമറ, റോൾ, മ്യൂസിക് ഓൺ, ആക്ഷൻ. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഓ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. ഔട്ട്ഫിറ്റ് വർത്ത് ഒന്ന് പറയാമോ? ഇത് 87 പ്രൊഡക്റ്റ് ആണത്. കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. ഓഫറിൽ 20,000 കിട്ടി. ഓ, അവന്റെ ഒരു തമാശ. ഷൂസോ? ഷൂസ് 2,500 സംഭവമാണ്. അത് ഓഫറിലായിരുന്നു. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഞാൻ ജിൻഡോന്റെ വില മേടിച്ചാണ് ഷൂ. ജിൻഡോന്റെ ബിഗ് ബോസ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇപ്പൊ ഇതിങ്ങനെ മാറ്റം വന്നപ്പോ എല്ലാരും കണ്ട ചിരിക്കണ കണ്ടാല് ആളൊക്കെ ചിരിക്കും. ഞങ്ങളും പഴയ കാലത്തൊക്കെ ഈ വാഴത്തോട്ടത്തില് കോലം വെച്ച് കണ്ട് ഞങ്ങൾ ചിരിച്ചായിരുന്നു. നിങ്ങൾ റോട്ടിൽ കണ്ട് ചിരിക്കണം, അത്രേ ഉള്ളൂ. കല്യാണത്തിന് ഇന്നലെ പോയതാ. അപ്പൊ അന്ന് സ്റ്റേ ആയിരുന്നു. അപ്പൊ ഇന്ന് വേറൊരു ഇന്ന് ഉള്ളിൽ നിന്നില്ല. അയ്യേ അയ്യേ. ഇനിയും കണ്ട എലിയാളാണ് എലിവാസം വെച്ച് കൊല്ലാൻ, പന്നിയാളാണ് വെടിയാലും പത്താം. ബനിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വേറെ റീൽ ഷൂട്ട് ചെയ്തിട്ട് നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ട്. വാടക സ്വന്തമല്ലേ? നമ്മളിത് കൊടുക്കുന്നില്ലല്ലോ, കാരണം നമ്മുടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി. നമ്മള് നമുക്ക് എത്ര പ്രാരാബ്ദം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഒരു കരിയർ ബ്രേക്ക് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമായത്. പിന്നെന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഞാനിത് ഇങ്ങനെ ഇട്ടുണ്ട്, നിങ്ങൾ കണ്ട് നാട്ടുകാർ കണ്ട് എനിക്ക് അഭിപ്രായമുണ്ട്. മേടിച്ചത് നമ്മുടെ ഡാഡിയായിട്ടുള്ള ലോറൻസ് ജെസിൽ പെരേര. കല്യാണത്തെ ഗിഫ്റ്റ് അല്ല, ഡാഡി ഒരു പെട്ടെന്നൊരു തോന്നലില് കഴിഞ്ഞ 2023 തുടങ്ങി കൊണ്ടുവന്നാണ് നിങ്ങൾ ഗൾഫിലേക്ക്. സലാറിന്റെ റിവ്യൂ തുടങ്ങിയാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. ആഞ്ജനേയ സ്വാമി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മറ്റേ നമ്മുടെ ബാഡ് ബോയ്സ് സിനിമയില് വേണോന്ന് പറഞ്ഞു. ഒമ്പരക്ക് ഭയങ്കര നിർബന്ധം പിടിച്ചു. പിന്നെ അത് കോസ്റ്റ്യൂം അതിൽ യൂസ് ചെയ്തു. പിന്നെ ഇപ്പൊ ഷിയാസിന്റെയും ദർഫന്റെ കല്യാണം നല്ല രീതിയിൽ ഇത് ഇട്ടപ്പോ ഞാനാ മളവളെന്ന് പറയേണ്ട ആൾക്കാർ ഒന്ന് നിർത്ത്. അപ്പൊ പലരും ചോദിക്കണ്ട് എന്റെ ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. അത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്തായാലും ലൈം ലൈറ്റ് നിൽക്കുമ്പോ തന്നെ കല്യാണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിനക്കെന്താ ഈ ചോറല്ലേ കഴിക്കുന്ന? വിവരം ഇല്ലേ, ബുദ്ധി ഇല്ലേ, സ്കൂളിൽ പോയിട്ടില്ലേ, പൊട്ടനാണോ? ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എനക്ക് ഛർദിക്കാൻ വരും. അവരില് നമ്മള് പ്രപ്പോസലായിട്ട് പോയിട്ടില്ല. നമുക്കൊരു പൊട്ടനാണോ? എന്താ ചൊള്ളിയാന്ന് തോന്നുന്നു, കിടന്ന് പിടയ്ക്കുന്ന കേടില്ലേ? ഒന്നെടുത്ത് ആശുപത്രിയിൽ ഒരു പ്രപ്പോസലായിട്ട് തോന്നുമ്പോ നമ്മള് നമ്മുടെ കൺഫ്യൂഷനാണ്. കാരണം പബ്ലിക് ഫിഗർ വേണോ, സെലിബ്രിറ്റി വേണോ, സാധാരണക്കാർ വേണോ എന്നൊരു കൺഫ്യൂഷനാണ്. നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത ഒരു കല്യാണം എന്ന പ്രോസസ്സിലേക്ക് പണ്ഡിതനാണെന്ന് തോന്നുന്നു. കിട്ടണം കിട്ടും. ഇപ്പൊ ഒരു പെണ്ണ് വന്നതല്ലേ, 40 വയസ്സുള്ള പെണ്ണ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാ എനിക്കുള്ള കൊല്ലാൻ തോന്നി. സാധിക്കൂല മോളെ, അത്ര പെട്ടെന്ന് ചാവണ സൈസ് അല്ലേ. അതല്ല, നമുക്ക് നമ്മുടെ ഒരു ഏജ് കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് 23 ആണെങ്കിൽ എനിക്ക് അതിന് താഴത്തോട്ടുള്ള പെണ്ണോട് താല്പര്യമില്ല. മനസ്സിലായി? 23 താഴത്തോട്ട് അപ്പന്റെ കിണ്ടി ബ്ലൂബെറി കുണ്ടി. അതല്ല ഞാൻ പറഞ്ഞ 23 ആകുമ്പോ ഒരു 24 to 30. പിന്നെ ഒരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലെ വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. ആ ഏജ് ലിമിറ്റ് ഉള്ള ആൾക്കാരാ. ആദ്യമല്ല, ചേച്ചി എന്ന് പറയാം. എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. ആന്റി എന്ന് പറഞ്ഞ 40 വയസ്സുണ്ട് ആൾക്കാർ ആന്റി വിളിക്കുന്നത്. ഇപ്പൊ 25 തുടങ്ങി 30 വയസ്സ് വരെ ആൾക്കാര് ഒരു 23 വയസ്സ് വരെ ചേച്ചി വിളിക്കുന്നു. ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലേ അല്ലേ? കറക്റ്റല്ലേ?
പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നമ്മളൊരു ചേച്ചി ലവർ എന്ന് പറയാം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. പാവം ഇത്ര ചെറുപ്പത്തിലേ വട്ടായിപ്പോയല്ലോ. കഷ്ടം. ഞാനിങ്ങനെയൊക്കെയാ. ഞാൻ പോകുന്നു. ബൈ ബൈ.